സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റി സ്ഥാപിക്കുന്നതിന് ഭൂതത്താൻകെട്ടിനെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഭൂമിയുടെ ലഭ്യത മാത്രമല്ല, പ്രകൃതിയുടെ എല്ലാ തരത്തിലുള്ള തനിമയും ഒപ്പിയെടുക്കാൻ കഴിയുമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഒട്ടേറെ സിനിമകൾക്ക് ഭൂതത്താൻകെട്ടും പരിസര പ്രദേശങ്ങളും ലൊക്കേഷനായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മിനി ഫിലിം സിറ്റി സ്ഥാപിക്കാനുള്ള ആലോചനയും നടന്നിരുന്നു. എറണാകുളത്ത് ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്നാണ് സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം. കൃത്യമായ സ്ഥലം കണ്ടെത്തുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് ഭൂതത്താൻകെട്ടിന്റെ സാധ്യത ഉയർന്നുവരുന്നത്. ഫിലിം സിറ്റിക്ക് ജില്ലയിൽ ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഭൂതത്താൻകെട്ടാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള ഹെക്ടർ കണക്കിന് ഭൂമി ഉപയോഗപ്പെടുത്താനാകും. വ്യവസായ വകുപ്പിന് കീഴിലും ഏതാനും ഏക്കർ ഇവിടെയുണ്ട്. പുഴയും തടാകങ്ങളും മലകളും താഴ്വരകളും വനവും പുൽമേടും തുടങ്ങി പ്രകൃതിയുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും ഇവിടെ കാണാനാകും. നസീർ ജയൻ കാലഘട്ടം മുതൽ ഭൂതത്താൻകെട്ടും പരിസരങ്ങളും ഒട്ടേറെ സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട്. പ്രകൃതി ഭംഗി ആവോളം ഒപ്പിയെടുത്തിട്ടുള്ള ഇവയിലേറെയും ഹിറ്റ് സിനിമകളുമാണ്. തട്ടേക്കാടും പൂയംകുട്ടിയും നേര്യമംഗലവും ഇടമലയാറും വടാട്ടുപാറയും തുടങ്ങി ഏത് പാറ്റേണിലുള്ള സിനിമകൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പ്രദേശങ്ങൾ ഭൂതത്താൻകെട്ടിന് ചുറ്റുപാടുമായുണ്ട്. ഭൂതത്താൻകെട്ടിൽ ഫിലിം സിറ്റി സ്ഥാപിക്കാനുള്ള അനുകൂല സാഹചര്യമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മിനി ഫിലിം സിറ്റി ഇവിടെ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയിരുന്നെങ്കിലും തുടർച്ചയുണ്ടായില്ല. ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിരിക്കെ കോതമംഗലം സ്വദേശി സാബു ചെറിയാനാണ് ഇത്തരമൊരു സാധ്യത ഉയർത്തിക്കൊണ്ടുവന്നത്. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത ഷിബു തെക്കുംപുറം MLA ഫിലിം സിറ്റിക്കായി കോതമംഗലത്തെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇക്കാര്യത്തിൽ സിനിമാ മേഖലയുടെ പിന്തുണയും ലഭിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഫിലിം സിറ്റി ഭൂതത്താൻകെട്ടിൽ എത്തിക്കാനായാൽ അത് വലിയ നേട്ടമാകും. GTV ന്യൂസ്, കോതമംഗലം.